ഹായ് കൂട്ടുകാരെ, എന്ന് നമ്മൾ പറയുന്നത് 2ാം ക്ലാസ്സിലെ ഗണിതത്തിലെ കണക്കിലെ 3ാമത്തെ അധ്യായത്തിലെ അധികമായാൽ എന്ന് പറയുന്ന പാഠഭാഗത്ത് 51ാമത്തെ പേജിലെ പ്രവർത്തനമാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ആശയം എന്ന് പറഞ്ഞാൽ സങ്കലനവുമായി ബന്ധപ്പെട്ട് കണക്ക് കൂട്ടലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറഞ്ഞ ശുചിത്വ ക്ലബ്ബ് എന്ന് പറയുന്ന 1ാമത്തെ ഈ പ്രവർത്തനമാണ്. ഇതൊന്ന് വായിച്ചു നോക്കൂ. അശ്വിന്റെ സ്കൂളിൽ 4ാം ക്ലാസ്സിലെ 34 പേരും 3ാം ക്ലാസ്സിലെ 23 പേരും ശുചിത്വ ക്ലബ്ബിൽ അംഗങ്ങളാണ്. 2 ക്ലാസ്സിലും കൂടി എത്ര പേരാണ് ശുചിത്വ ക്ലബ്ബിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 34 പേരും ഒരു ക്ലാസ്സിലെ 23 പേരും ഈ ശുചിത്വ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബിൽ അംഗമാണ്. ആരോഗ്യ ക്ലബ്ബുമായി ബന്ധപ്പെട്ട ക്ലബ്ബാണിത്. അപ്പൊ 2 ക്ലാസ്സിലും കൂടി എത്ര പേരാണ് ശുചിത്വ ക്ലബ്ബിലുള്ളത് എന്നാണ് കണ്ടെത്തേണ്ടത്. അത് കാണുന്നതിന് എന്താണ് വഴി എന്ന് നമുക്കറിയാം. ആദ്യത്തെ ക്ലാസ്സിലെയും 2ാമത്തെ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം, അല്ലെ? ആ കൂട്ടുമ്പോഴാണ് ആകെ ശുചിത്വ ക്ലബ്ബിലുള്ള കുട്ടികളുടെ എണ്ണം കിട്ടുക. നമുക്കത് അതുകൂടെ എഴുതി ഒന്ന് കൂട്ടി നോക്കാം. 4ാമത്തെ ക്ലാസ്സിൽ 34 പേര്, അത് നമ്മൾ 34 എന്ന് എഴുതുന്നു. കൂട്ടണം പ്ലസ് എന്ന് എഴുതാം. 2ാമത്തെ ക്ലാസ്സിൽ, അതായത് 3ാം ക്ലാസ്സിൽ 23 പേരാണ്, അത് തൊട്ട് താഴെ ഇവിടെയും എഴുതുന്നു. എന്നിട്ട് ഈ 2 സംഖ്യകൾ കൂട്ടുകയാണ് വേണ്ടത്. സംഖ്യ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിന്റെ സ്ഥാനത്ത് 10ന്റെ സ്ഥാനത്ത് ടെൻസിന്റെ സ്ഥാനത്ത് സംഖ്യ അതുപോലെ തന്നെ വരണം എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ആദ്യം 1ന്റെ സ്ഥാനത്ത് സംഖ്യകൾ തമ്മിൽ കൂട്ടാം. 4ഉം 3ഉം കൂട്ടുമ്പോൾ നമുക്ക് 7 എന്ന ഉത്തരം കിട്ടും. അത് 4 ഒന്നുകളും 3 ഒന്നുകളും കൂട്ടുമ്പോഴാണ്. ഇനി 2 10കളും 3 10കളും നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 5 10 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആകെ എത്ര കുട്ടികളുണ്ട്? 57 കുട്ടികൾ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് എഴുതാം, 57 കുട്ടികൾ എന്ന് എഴുതാം. 57 കുട്ടികൾ. അപ്പൊ അശ്വിന്റെ സ്കൂളിൽ 4ാം ക്ലാസ്സിലെ 34 പേരും 3ാം ക്ലാസ്സിൽ 23 കുട്ടികളും കൂടി ചേർന്നാൽ ആകെ ശുചിത്വ ക്ലബ്ബിലുള്ളത് 57 കുട്ടികളാണ്. 57 കുട്ടികളാണ്. ഇനി നമുക്ക് 52ാമത്തെ പേജിലാണ് അടുത്ത പ്രവർത്തനം വരുന്നത്. നമുക്കിത് വായിച്ചു നോക്കാം. 1ാം ക്ലാസ്സിൽ നിന്ന് 17 പേരും 2ാം ക്ലാസ്സിൽ നിന്ന് 29 പേരും ക്ലബ്ബിൽ ചേർന്നു. നമ്മൾ 3ഉം 4ഉം ക്ലാസ്സിലെ ക്ലബ്ബിൽ ചേർന്നവരുടെ മൊത്തം എണ്ണം നമുക്ക് കിട്ടി. ഇനി 1ാം ക്ലാസ്സിൽ നിന്ന് 17 പേരും 2ാം ക്ലാസ്സിൽ നിന്ന് 29 പേരും ക്ലബ്ബിൽ ചേർന്നു. എന്നാൽ 1ാം ക്ലാസ്സിൽ നിന്ന് ചേർന്നതിനേക്കാൾ എത്ര കുട്ടികളാണ് 2ാം ക്ലാസ്സിൽ നിന്ന് കൂടുതലായി ചേർന്നത്? 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ എണ്ണം നമുക്കറിയാം 17 പേരാണ്. 2ാം ക്ലാസ്സിൽ നിന്ന് ചേർന്നത് 29 പേരാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1ാം ക്ലാസ്സിൽ നിന്ന് ചേർന്നതിനേക്കാൾ എത്ര കുട്ടികളാണ് 2ാം ക്ലാസ്സിൽ നിന്ന് കൂടുതലായി ചേർന്നത് എന്നാണ്. നോക്കൂ, ഇവിടെ 17ഉം 10ഉം 29ഉമാണുള്ളത്. നമുക്കറിയാം 2ാം ക്ലാസ്സിലാണ് കൂടുതൽ ആളുകൾ ചേർന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ എത്രയാണ് കൂടുതൽ എന്നറിയണം. അതിനെന്താണ് വഴി? അതിന് നമുക്ക് കൂടുതൽ ഉള്ളതിൽ നിന്നും കുറവുള്ളത് നമുക്ക് ഒഴിവാക്കണം, കുറക്കണം, മൈനസ് ചെയ്യണം. അതാണ് അതിന്റെ വഴി. അപ്പം ഈ പ്രവർത്തനം മൈനസ് അല്ലെങ്കിൽ കുറക്കല് എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ കൂടുതലുള്ളതിൽ നിന്നും കുറവുള്ളത് നമ്മൾ കുറക്കണം. അപ്പൊ ഇവിടെ എത്രയാണ് കൂടുതലുള്ളത്? 2ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അത് നമുക്ക് ഇവിടെ എഴുതാം 29. എന്നിട്ട് 29ൽ നിന്ന് നമുക്ക് കുറക്കണം. എത്രയാണ്? 1ാം ക്ലാസ്സിലെ കുട്ടികൾ എത്രയാണ്? 17 കുട്ടികളാണ്. കുറവുള്ള കുട്ടികൾ ഇതാണല്ലോ. ഈ 17 നമുക്ക് 29ന് താഴെ എഴുതാം 17. നോക്കൂ, ഇപ്പൊ 29 കുറക്കണം 17 എന്ന് കിട്ടി. ഇത് നമുക്കറിയാം ഈ വൺസിന്റെ സ്ഥാനത്ത് ഒന്നുകളുടെ സ്ഥാനത്ത് 9 7 അത് 9 1ൽ നിന്നും 7 1 കുറക്കുക. അപ്പോൾ 2 1 ബാക്കി കിട്ടുക. പിന്നെ 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ എടുക്കുക. 2 10ൽ നിന്നും ഒരു 10 കുറച്ചാൽ എത്ര കിട്ടും? ഒരു 10 ബാക്കി കിട്ടും. അപ്പൊ എത്രയാണ് ബാക്കി എണ്ണം? 12 എണ്ണം. 2ാം ക്ലാസ്സിൽ 29 പേരിൽ നിന്ന് 1ാം ക്ലാസ്സിലെ 17 പേരെ കുറച്ചാൽ 12 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എത്ര കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ നിന്ന് ചേർന്നതിനേക്കാൾ എത്ര കുട്ടികളാണ് 2ാം ക്ലാസ്സിൽ നിന്ന് കൂടുതലായി ചേർന്നത്? 12 പേര്. ആ 12 എന്ന് നമുക്ക് ഈ ബോക്സിൽ ഇവിടെ എഴുതാം. 12 എന്ന് നമുക്ക് ഈ ബോക്സിൽ എഴുതാം. അപ്പോൾ നമുക്ക് 12 കുട്ടികളാണ് 2ാം ക്ലാസ്സിൽ നിന്ന് കൂടുതലായി ചേർന്നത് എന്ന് നമുക്ക് കിട്ടി. ഇത് നോക്കൂ, ഇവിടെ വേറൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. കടയിലേക്ക് എന്നാണ്, ടു ദി ഷോപ്പ്, കടയിലേക്ക് എന്നാണ് ഈ പ്രവർത്തനത്തിന്റെ പേര്. ശുചിത്വ ക്ലബിന്റെ കീഴിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങാൻ 73 രൂപയായി.
അശ്വിൻ കടയിൽ 8-10 രൂപ നോട്ടുകൾ കൊടുത്തു. എത്ര രൂപ ബാക്കി കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുട്ടികൾ ഇതാ കടയിൽ പോയിട്ട് ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങുന്ന ചിത്രമാണ് ഈ കാണുന്നത്. നമുക്ക് ആദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങാൻ 73 രൂപയായി. അപ്പം വാങ്ങാൻ ഈ സാധനങ്ങൾ വാങ്ങാൻ ചെലവായ സംഖ്യ 73 രൂപയാണ്. അശ്വിൻ കടയിൽ കൊടുത്തത് 8-10 രൂപ നോട്ടുകളാണ്. 8-10 രൂപ നോട്ടുകൾ 8-10 രൂപ നോട്ടുകൾ കൊടുത്താൽ ബാക്കി എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചത്. നമുക്കിത് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 8-10 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്രയാണ് എന്നാണ് നോക്കേണ്ടത്. 8-10 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്ര രൂപ കിട്ടും? 80 രൂപ കിട്ടും. അതിനാ നമുക്ക് ഇവിടെ 80 രൂപ എന്ന് എഴുതാം. 80 രൂപ. 8-10കൾ ചേർന്നാൽ നമുക്ക് 80 രൂപയാണ് കിട്ടുക. ഇനി എത്ര രൂപയാണ് ശുചീകരണങ്ങൾ വാങ്ങാനായത്? 73 രൂപ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 80 രൂപ കൊടുത്താൽ 8-10 രൂപ നോട്ടുകൾ കൊടുത്താൽ 80 ആണ്. ഈ 80 രൂപ കൊടുത്താൽ കടക്കാരൻ 73 രൂപ എടുത്ത് ബാക്കി എത്ര രൂപ തിരിച്ചു കൊടുക്കുമെന്നാണ് അറിയേണ്ടത്. അപ്പൊ ഇതിനുള്ള കാണാനുള്ള വഴി എന്തായിരിക്കും? 80 രൂപയിൽ നിന്നും 73 രൂപ മൈനസ് ചെയ്യണം, കുറക്കണം അല്ലെ? അപ്പൊ നമുക്ക് 80ൽ നിന്നും 73 രൂപ ഇവിടെ കുറക്കാം. 80 കുറക്കണം 73 രൂപ ശുചീകരണ ഉപകരണത്തിന്റെ പൈസ. നമുക്ക് അത് കുറക്കാം. ഇവിടെ നമ്മൾ കുറക്കേണ്ടത് 0-1ൽ നിന്നും 3-1 കുറക്കേണ്ടത്. 0-1ൽ നിന്നും 3-1 കുറക്കണം. അപ്പൊ കഴിയുകയില്ല, കാരണം 0-1 ഇതുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത സംഖ്യയിൽ നിന്നും ഇത് 8-10കളാണ് ഈ പുറത്തുള്ളത്. ഈ 8-10ൽ നിന്ന് ഒരു 10 ഇങ്ങോട്ട് കൊടുക്കണം. ഒരു 10 ഇങ്ങോട്ട് കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ മുകളിൽ അത് 10 ആയിട്ട് കാണിക്കണം. ഒരു 10 ആണുള്ളത്. ഈ 10 ഇതാണ് 10. ഈ 10ൽ നിന്നാണ് നമ്മൾ 3 1കൾ കുറക്കേണ്ടത്. 10-1ൽ നിന്നും 3 1 കുറച്ചാൽ എത്ര കിട്ടും? 7 1കൾ ബാക്കി ഉണ്ടാകും അല്ലെ? 7 1കൾ ബാക്കി ഉണ്ടാകും. ഇനി നോക്കൂ, ഇപ്പുറത്ത് 8-10 ഒരു 10 അങ്ങോട്ട് എടുത്താൽ ഇവിടെ എത്ര 10 ആയിരിക്കും ഉണ്ടാവുക? 7 10 ആണ് ഉണ്ടാവുക. ബാക്കി 7 10 ആണ് ഉണ്ടാവുക. 7 10ൽ നിന്നും 7 10 കുറച്ചാൽ എത്രയാണ്? 0 ആയിരിക്കും. ഇവിടെ 0 എന്ന് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എത്ര രൂപയാണ് ബാക്കി കിട്ടുക? 7 രൂപ ബാക്കി കിട്ടും. 80 രൂപയിൽ നിന്നും 73 രൂപ കടക്കാരനെടുത്താൽ എത്ര രൂപ ബാക്കി കിട്ടും? 7 രൂപയാണ് ബാക്കി ഉണ്ടാവുക. ആ 7 രൂപ എന്നുള്ളത് എത്ര രൂപ ബാക്കി കിട്ടും എന്നുള്ളത് നമുക്ക് 7 രൂപ എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഈ വർക്ക് പൂർത്തിയാക്കേണ്ടത്. അപ്പൊ ഇത് മൈനസ് ചെയ്യുന്ന, കുറക്കുന്ന കണക്കാണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് കളങ്ങൾ പൂരിപ്പിക്കൂ എന്നുള്ള ഈ പ്രവർത്തനമാണ്. അടുത്തടുത്ത 2 കളങ്ങളിലെ സംഖ്യകൾ കൂട്ടി തൊട്ടടുത്ത് താഴെയുള്ള കളങ്ങളിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ഇത് കാണിച്ചു തന്നിരുന്നു. അടുത്തടുത്ത 2 കളങ്ങളിലെ സംഖ്യകൾ കൂട്ടി തൊട്ട് താഴെയുള്ള കളങ്ങളിൽ എഴുതുക. നോക്കൂ, ഇവിടെ ആദ്യത്തെ കളങ്ങൾ ഇതാണ്. ആദ്യത്തെ കളങ്ങൾ എന്ന് പറയുന്നത് ഇതാ 10ഉം 13ഉം 10ഉമാണുള്ളത്. ഈ 13ഉം 10ഉം 13 10 ഇത് കൂട്ടിയിട്ട് ഈ കളത്തിൽ എഴുതണം. ഈ 2 സംഖ്യകൾ തൊട്ടടുത്തുള്ള കളം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതായിരിക്കും. ഈ 10ഉം 11ഉം കൂട്ടി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കൂട്ടേണ്ടത് 11ഉം 9ഉമാണ്. ഇങ്ങനെ കൂട്ടി താഴെ എഴുതാം. ആദ്യം നമുക്ക് 13ഉം 10ഉം കൂട്ടി ഇവിടെ എഴുതാം. 13ഉം 10ഉം കൂട്ടുകാരി ഇവിടെ താഴെ ഒന്ന് എഴുതി നോക്കുക. 13 കൂട്ടണം 10. 3 1കളും 0 1 കൂട്ടിയാൽ 3 നമുക്ക് കിട്ടും. ഒരു 10ഉം ഒരു 10ഉം കൂട്ടിയാൽ 2 10 കിട്ടും. അപ്പം 23 എന്നായിരിക്കും ഉത്തരം. നമുക്കിതാ അത് 23 എന്ന് ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് 13ഉം 10ഉം കൂട്ടി നമുക്ക് 23 കിട്ടി. പിന്നെ 13 കഴിഞ്ഞാൽ 10 ആണല്ലോ. 10ഉം 11ഉം തൊട്ടടുത്ത സംഖ്യയാണ്. 10ഉം 11ഉം കൂട്ടി സംഖ്യ ഇവിടെ ഉണ്ട് 21. ഇനി കൂട്ടേണ്ടത് ഏതാണ്? 11ഉം 9ഉമാണ്. നമുക്ക് 11 9 എഴുതി കൂട്ടാം. 11 കൂട്ടണം 9 തൊട്ടടുത്ത് തന്നെ കൂട്ടാം. 11 കൂട്ടണം 9 9 1കൾ മാത്രമാണ്. അപ്പൊ 1ന്റെ സ്ഥാനത്ത് എഴുതുക. ഒരു 1ഉം 9 1ഉം കൂട്ടിയാൽ 11 ആയിരിക്കും. 9 1ഉം കൂട്ടിയാൽ 10 ആയിരിക്കും. 10 ആണ് ഉത്തരം കിട്ടുക. ഇവിടെ മാറ്റി എഴുതുക 10. അവിടെ 2 അക്ക സംഖ്യയാണ്. അതായത് ഇവിടെ 0 1ഉം ഒരു 10ഉമാണ് ഇവിടെ ഉള്ളത്. 0 1ഉം ഒരു 10ഉമാണുള്ളത്. അപ്പൊ 1ന്റെ സ്ഥാനത്തെ സംഖ്യയാണ് നമുക്ക് 1ന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. ഇവിടെ 1ന്റെ സ്ഥാനത്ത് 0 ആണ്. നമുക്ക് ഇവിടെ 0 എന്ന് എഴുതാം. ബാക്കി ഇതിൽ ഒരു 10 ആണുള്ളത്. ഈ ഒരു 10നോട് കൂടെ കൂട്ടണം. ഒരു 10 ഒരു 10ഉം കൂട്ടിയാൽ 2 10 ആയിരിക്കും. അപ്പൊ അതിന്റെ ഉത്തരം 20 എന്നായിരിക്കും. 11ഉം 9ഉം കൂട്ടിയാൽ 20 എന്നായിരിക്കും. ഇനി നോക്കൂ, അപ്പൊ ഈ കളങ്ങൾ പൂർത്തിയായി. ഇനി ചെയ്യേണ്ടത് 2 കളങ്ങൾ ഇവിടെ ഉണ്ട്. അതിനാദ്യം കൂട്ടേണ്ടത് 23ഉം 21ഉം കൂട്ടണം.
നമുക്ക് 21ഉം 23ഉം കൂട്ടി ഇവിടെ എഴുതാം. 23 കൂട്ടണം 21. അത് രണ്ട് കൂട്ടുമ്പോൾ ഒരൊന്നും 3 കൂട്ടിയാൽ 4 ഒന്നാണ് ഉത്തരം. 2 10ഉം 2 10ഉം കൂട്ടിയാൽ 4 10ആണ്. ഉത്തരം 44 എന്നാണ്. ആ 44 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഇനി അടുത്ത് കൂട്ടേണ്ടത് 21ഉം 20ഉമാണ്. അത് നമുക്ക് ഇവിടെ എഴുതി കൂട്ടാം. 21 കൂട്ടണം 20. 21 കൂട്ടണം 20. നോക്കൂ, ഇവിടെ ഒരൊന്നും 0 കൂട്ടിയാൽ ഒരൊന്നാണുള്ളത്. അത് നമുക്ക് ഇവിടെ 1 എന്ന് എഴുതാം. ഇനി 2 10ഉം 2 10ഉം കൂട്ടിയാൽ 4 10 കിട്ടും. അപ്പൊ 41 എന്നാണ് ഉത്തരം. ആ 41 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഇനി നോക്കൂ, ഇനി ഒരു കോളമാണ് ബാക്കിയുള്ളത്. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ 44 41 കൂട്ടുകയാണ്. നമുക്ക് ഇവിടെ താഴത്ത് അത് എഴുതി കൂട്ടാം. 41ഉം 44. 44 കൂട്ടണം 41. ഇവിടെ നമുക്ക് ഒന്നുകൂടെ സ്ഥാനത്ത് സംഖ്യ കൂട്ടാം. 4ഉം 1 കൂട്ടിയാൽ 5 ഒന്നായിരിക്കും ഉത്തരം. 4 10ഉം 4 10ഉം കൂട്ടിയാൽ 8 10 ആയിരിക്കും ഉത്തരം കിട്ടുക. ഉത്തരം 85 ആണ്. അപ്പൊ നമുക്ക് ഈ കള്ളിയിൽ 85 എന്ന് എഴുതാം. അപ്പൊ നോക്കൂ, അടുത്തടുത്തുള്ള സംഖ്യകൾ കൂട്ടിയിട്ട് നമ്മൾ തൊട്ടടുത്ത് താഴെ എഴുതുമ്പോൾ ഈ കള്ളികൾ പൂർത്തിയായി. ഇത് സങ്കലനം എന്ന ശേഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. തൊട്ടടുത്ത് ഇനി ഈ പ്രവർത്തനം നോക്കൂ, സംഖ്യാമാല പൂർത്തിയാക്കൂ എന്നാണ്. ഒരു വട്ടത്തിലെ സംഖ്യയിൽ നിന്ന് തൊട്ടടുത്ത വട്ടത്തിലെ സംഖ്യ കുറച്ച് താഴെ വട്ടത്തിൽ എഴുതുക എന്നാണ്. ഇവിടെ കുറക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വട്ടത്തിലെ സംഖ്യയിൽ നിന്ന് തൊട്ടടുത്ത വട്ടത്തിലെ സംഖ്യ കുറച്ച് താഴെ എഴുതുക. ഇവിടെ മൈനസ് കുറക്കുന്നതാണ് കണക്ക്. ഇവിടെ കൂട്ടുന്നതായിരുന്നു, ഇവിടെ കുറക്കുന്നതാണ് കണക്ക്. നമുക്ക് ഈ പ്രവർത്തനം ചെയ്ത് നോക്കാം. ആദ്യം 56 കുറക്കണം 33. തൊട്ടടുത്തുള്ള സംഖ്യ ഇതാണ്. 56 കുറക്കണം 33. നമുക്കത് ഇവിടെ എഴുതാം. 56 കുറക്കണം 33. അപ്പൊ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 6 1 നിന്ന് 3 1 കുറച്ചാൽ 3 1 ബാക്കി കിട്ടും. 5 10 നിന്ന് 3 10 കുറച്ചാൽ 2 10 ബാക്കി കിട്ടും. അപ്പോൾ നമുക്ക് 23 എന്ന് ഉത്തരം കിട്ടും. അതിതാ ഈ 56 കുറക്കണം 33 എന്നുള്ള ഈ കള്ളിയിൽ നിന്ന് ഇവിടെ എഴുതാം 23 എന്ന് നമ്മൾ ഉത്തരം എഴുതി. രണ്ടാമത്തെ പ്രവർത്തനം 33 കുറക്കണം 12 എന്നാണ്. അത് നമുക്ക് ഇവിടെ എഴുതി കുറക്കാം. 33 കുറക്കണം 12 എന്നാണ്. നമുക്ക് കുറക്കാം. 3 1 നിന്ന് 2 1 കുറച്ചാൽ 1 1 ബാക്കി കിട്ടും. 3 10 നിന്നും 1 10 കുറച്ചാൽ 2 10 ബാക്കി കിട്ടും. അപ്പൊ ഉത്തരം 21 എന്നാകും. അത് നമുക്ക് ഈ വട്ടത്തിൽ 21 എന്ന് എഴുതാം. 33 നിന്നും 12 കുറച്ചാൽ 21 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 23 നിന്നും 21 കുറക്കുക എന്നുള്ളതാണ്. നമുക്കതും ഇവിടെ എഴുതി കുറക്കാം. 23 കുറക്കണം 21. നോക്കൂ, 3 1 നിന്നും 1 1 കുറച്ചാൽ 2 1 ബാക്കി ഉണ്ടാകും. 2 10 നിന്ന് 2 10 കുറച്ചാൽ 0 ആയിരിക്കും. എഴുതണമെങ്കിൽ എഴുതിയാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഉത്തരം 2 എന്നാണ്. ആ 2 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് രണ്ട് പ്രവർത്തനങ്ങളായി. ആദ്യത്തെ കളത്തിൽ നമ്മൾ കൂട്ടിയിട്ട് സങ്കലനമാണ്, ആഡിങ് പ്ലസ് ആണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ സംഖ്യാമാല പൂർത്തിയാക്കുന്നുള്ള മൈനസ് ആണ്, കുറക്കുന്ന കണക്കാണ് നമ്മൾ പഠിച്ചത്. കൂട്ടുകാരെ, ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഇന്ന് ഊന്നിയത് കണക്ക് കൂട്ടുന്നതും കുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. കൂട്ടുകാരെ, ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊക്കെ ചെയ്ത് പഠിക്കുക. എന്നിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ പാഠഭാഗത്തിന്റെ മറ്ററിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.